വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രത്തോളം പേർക്കാണ് ഈ അൾസർ വരുന്നത് എന്നുള്ളത്. സോ നമുക്കുണ്ടാകുന്ന ഉറക്കമില്ലായ്മയും വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസിയും ബോഡിയിലുള്ള വെള്ളത്തിന്റെ കുറവും അതുപോലെ തന്നെ സ്ട്രെസ്ഡ് കണ്ടീഷൻസും പിന്നെ ഉണ്ടാകുന്ന നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ടും നമുക്കിതുണ്ടാവും. അപ്പൊ ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാം? വാം സലൈൻ ഗാഗിൾ, അതായത് ചെറു ചൂടിൽ ഉപ്പിട്ടിട്ട് ഗാഗിൾ ചെയ്യാൻ പറ്റും. ഇതൊരു 2-3 ടൈംസ് ഡെയിലി ചെയ്താൽ നമുക്ക് ഹീലിംഗ് വേഗം നടക്കും. അതായത് പെട്ടെന്ന് ഉണങ്ങാൻ പറ്റും. ഇത് നല്ല ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ. പിന്നെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് അധികം കഴിക്കുന്ന ഒഴിവാക്കിയാൽ നമുക്ക് പെയിന് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഒന്ന് കുറയ്ക്കാം. മെഡിറ്റേഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സ്ട്രെസ്സും ആങ്സൈറ്റിയോ ഈ മെഡിക്കേഷൻസ് കഴിച്ചിട്ടാണ് നമുക്കിത് വരുന്നതെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെ ചെയ്താൽ നമുക്ക് ഇതിന്റെ ഒരു എഫക്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് അൾസർ പ്രൊട്ടക്റ്റീവ് ജെൽസ് അവൈലബിൾ ആണ്. ഓവർ ദ കൗണ്ടർ ആയിട്ടും നമുക്ക് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോടെയും കിട്ടുന്ന മെഡിക്കേഷൻസ് ഉണ്ട്. അത് യൂസ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ഒരു എഫക്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴോ നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ കുറയ്ക്കാൻ പറ്റും. ബിക്കോസ് ഇതിൽ അനസ്തെറ്റിക് ഏജൻസ് ഉണ്ടാവും. അത് നമുക്ക് ഒരു നംനെസ് ഫീൽ